ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒന്നാണ് ക്യാപ്പുച്ചീനോ. നല്ലൊരു പെർഫെക്റ്റ് ക്യാപ്പുച്ചീനോ എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കോഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കോഫി പൗഡർ എടുക്കാം. ഒരു ഫുൾ പാക്കറ്റ് കോഫി പൗഡറും ഞാനിപ്പോൾ ഈ കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 ടീസ്പൂൺ ഫുൾ ഉണ്ടാകും. ഇനി ഇതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ നോർമൽ വെള്ളമാണ്, ചൂടുവെള്ളമോ ഒന്നുമല്ല. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ, എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കണം. സാധാരണ ക്യാപ്പുച്ചിനോ തയ്യാറാക്കുന്നത് മിൽക്ക് ക്രീം വെച്ചിട്ടാണ്. പക്ഷേ മിൽക്ക് ക്രീം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ പേരിൽ നമുക്ക് എപ്പോഴും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റില്ല. പക്ഷേ അതേപോലെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കളർ ഇപ്പോൾ നല്ലതുപോലെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 1/2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫുള്ളായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ ടൈമിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളത്തിന് പകരം നമുക്ക് പാല് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ നല്ലതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫസ്റ്റിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം കൂടിപ്പോയാൽ ഇതുപോലെ ക്രീമി ആയിട്ട് കിട്ടില്ല. നമ്മൾ ഈ മിക്സ് ചെയ്യുന്നതിൻ്റെ കളറ് ലൈറ്റായിട്ട് ചേഞ്ച് ചെയ്താൽ പിന്നെ ഓക്കെയാണ്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താലും സെയിം ആയിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടും. പക്ഷേ ഫസ്റ്റിൽ നമ്മൾ വെള്ളം കൂടിപ്പോയാൽ പിന്നീട് അത് ക്രീമായിട്ട് കിട്ടാൻ കുറച്ച് പാടാണ്. അങ്ങനെ എങ്ങാനും വന്നാൽ വീണ്ടും കുറച്ച് ഷുഗർ കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്താൽ മതിയാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ. അപ്പോൾ ഇത്രയും ക്രീം വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 4 കപ്പ് കോഫി വരെ നമുക്കിതിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തത് ഇതുപോലെയാണുള്ളത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി മിക്സ് ചെയ്താൽ ഈ ഷുഗർ ഫുള്ള് നല്ലതുപോലെ മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ തന്നെ ഇത്രയും ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലല്ലാതെ നമുക്ക് ബീറ്റർ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് പക്ഷേ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ക്രീമി ആയിട്ട് കിട്ടും. സ്പൂൺ വെച്ചിട്ട് നമ്മൾ എത്രത്തോളം സ്പീഡിൽ മിക്സ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് ക്രീമി ആവും. പക്ഷേ ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കി കിട്ടും. അപ്പോൾ ഞാനത് ബീറ്റർ കൂടി വെച്ചിട്ട് കാണിക്കാം. നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുത്ത ആ സെയിം അളവ് തന്നെയാണ് ഇതിലും ചേർക്കുന്നത്. 2 ടീസ്പൂൺ കോഫി പൗഡറും ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറും. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തപ്പോഴത്തേക്കും 1 ടീസ്പൂണായിട്ട് വെള്ളം ഒഴിച്ചതുപോലെ നമ്മൾ ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല. ഇതിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്താൽ മതിയാവും. ബീറ്ററിൽ ഞാനിപ്പോൾ ഒരു ഹുക്ക് ഇളക്കി മാറ്റിയിട്ടുണ്ട്. 1 മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 10 സെക്കൻഡ് കൊണ്ട് തന്നെ ഇതുപോലെ നല്ലതുപോലെ മിക്സ് ആയിട്ട് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു 30 സെക്കൻഡ് കൂടി നമ്മൾ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ക്രീമി ആയിട്ട് ഇത് വരും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സെറാമിക് കപ്പ് തന്നെ വേണമെന്നില്ല. സ്റ്റീൽ കപ്പായാലും മതി, അല്ലെങ്കിൽ സ്റ്റീൽ ബൗളായാലും മതി. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഇത് മാറ്റി വെച്ചിരിക്കുന്നതിൻ്റെ പേരിലാണ് ഇതിൽ തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സെറാമിക് കപ്പിൽ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കപ്പിൽ നല്ലതുപോലെ സ്ക്രാച്ചൊക്കെ ഉണ്ടാവും.
അപ്പോൾ അതിൻ്റെ പേരിൽ പുതിയ കപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റീലിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. എത്രമാത്രം ഷുഗർ നല്ലതുപോലെ മെൽറ്റ് ആവുന്നോ അത്രയ്ക്കും ക്രീമി ആയിട്ട് കിട്ടും നമ്മുടെ ഈ കോഫി മിക്സും. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്തതിൻ്റെ പേരിൽ പെട്ടെന്ന് ഷുഗറെല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നതാണ്. സ്പൂണിൽ ചെയ്യുമ്പോഴത്തേക്കും അത്രയും നല്ലതുപോലെ സ്പീഡിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഷുഗർ നല്ലതുപോലെ മിക്സ് ആയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും ക്രീമി ആയിട്ട്. ഇത് നമുക്ക് എപ്പോഴെല്ലാം കോഫി തയ്യാറാക്കണോ അപ്പോഴെല്ലാം ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കണമെന്ന് കാര്യമില്ല. നമ്മൾ ഒരുമിച്ച് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്ത ശേഷം ഒരു ചെറിയ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ മതിയാവും. 1 വീക്ക് വരെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോഫി മിക്സ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്പുച്ചിനോ തയ്യാറാക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നല്ല തിക്കായിട്ടുള്ള പാല് വേണം നമുക്ക് എപ്പോഴും കോഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇത് നല്ല ചൂട് പാലാണ്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3/4 കപ്പോളം അളവിൽ പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോഫി മിക്സ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം കടുപ്പം വേണോ അതിനനുസരിച്ചിട്ട് കോഫി മിക്സിൻ്റെ അളവ് കൂട്ടിയാൽ മാത്രം മതി. ഇനി ഇത് നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ക്യാപ്പുച്ചിനോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ട് ചൂടോട് തന്നെ കുടിക്കുകയും വേണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കോഫി ക്യാപ്പുച്ചിനോയാണിത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.